2026 ഫുട്ബോൾ ലോകകപ്പിന്റെ രാജ്യത്തെ സംപ്രേഷണം സംബന്ധിച്ച് ചർച്ചകൾ തുടരുമ്പോഴും അല്പം ആശ്വാസം പകരുന്ന ഒരു റൂമർ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ ഷാജി പ്രഭാകരൻ നൽകുന്ന സൂചനകൾ പ്രകാരം 2026-2030 ഫുട്ബോൾ ലോകകപ്പുകളുടെ സംപ്രേഷണാവകാശം നേടിയെടുക്കാൻ സി നെറ്റ്വർക്ക് രംഗത്തെത്തിയിട്ടുണ്ട്. സോണിയും ഫാൻകോഡും ജിയോ ഹോട്ട്സ്റ്റാറുമെല്ലാം ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ലോകകപ്പ് ടെലികാസ്റ്റിംഗിൽ നിന്ന് പിന്മാറിയതിനാൽ സ്വാഭാവികമായും സി നെറ്റ്വർക്ക് റൈറ്റ്സ് നേടിയെടുക്കുമെന്നാണ് സൂചന. ടെലികാസ്റ്റിന് ആളെ കിട്ടാതായതോടെ രണ്ട് ഫുട്ബോൾ ലോകകപ്പുകളുടെ സംപ്രേഷണാവകാശം $35 മില്യൺ കൈമാറാമെന്ന പിടിവാശി ഫിഫ ഉപേക്ഷിച്ചിരിക്കാമെന്നാണ് സൂചന. ആദ്യം $100 മില്യൺ വിലയിട്ടിരുന്ന ഇന്ത്യയിലെ റൈറ്റ്സ് ഏറ്റവും ഒടുവിലായി $20 മില്യൺ കുറച്ചെന്ന് റിപ്പോർട്ടുണ്ട്. അടുത്ത ആഴ്ചയോടെ ഫിഫയും കരാറിലെത്തിയ മീഡിയ കമ്പനിയും ചേർന്ന് ഈ സന്തോഷ വാർത്ത പ്രഖ്യാപിക്കുമെന്നാണ് ഷാജി പ്രഭാകരൻ പറയുന്നത്. ഫിഫ ടി വി സർവീസസിന്റെ പ്രതിനിധിയായ ഇയാൻ വിൽസണും ടീമും ഡൽഹിയിലും മുംബൈയിലും ചുറ്റിക്കറങ്ങി നിരവധി കമ്പനികളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയാനാകും. ഫിഫയ്ക്ക് ഇതുവരെ സംപ്രേഷണാവകാശം ഉറപ്പാക്കാൻ സാധിക്കാത്ത അവസാനത്തെ പ്രധാന വിപണിയാണ് ഇന്ത്യ. കഴിഞ്ഞ ആഴ്ച ഈ ഭരണസമിതി ചൈനയിൽ ലോകകപ്പ് സംപ്രേഷണം ചെയ്യുന്നതിന് CCTVയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ആ കരാറിൽ 2026-2030 പുരുഷ ലോകകപ്പുകളും 2027-2031 വനിതാ ലോകകപ്പുകളും ഉൾപ്പെടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങളുടെ സമയക്രമമാണ് പ്രധാന വെല്ലുവിളിയാകുന്നത്. USA, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ 90% ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്കും പുലർച്ചെ 6 മണിക്കും ഇടയിലാണ് നടക്കുക. പ്രത്യേകിച്ച് ഇന്ത്യ ഈ ടൂർണമെന്റിൽ കളിക്കാത്ത സാഹചര്യത്തിൽ പരസ്യദാതാക്കൾക്ക് ഇതൊരു ബുദ്ധിമുട്ടേറിയ സമയക്രമമാണ്. ഫുട്ബോൾ ലോകകപ്പ് ദേശീയ താല്പര്യമുള്ള കായിക പരിപാടി ആയതിനാൽ 2007 സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ് സിഗ്നൽസ് ആക്ട് പ്രകാരം പ്രസാർ ഭാരതിയുമായി പങ്കുവയ്ക്കേണ്ടി വരും. അതിനാൽ ഇനി സി വന്നില്ലെങ്കിലും ദൂരദർശനിലൂടെ കാണാമെന്നതിനാൽ ഇന്ത്യക്കാരായ ഫുട്ബോൾ പ്രേമികൾ നിരാശരാകേണ്ടതില്ല.